അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ആലിമിന്റെ ബഹുമാനം, ഒരു മുതഅല്ലിമിന്റെ ബഹുമാനം. മുത്തുനബി തങ്ങൾ പറഞ്ഞു യൂസനു യൗമൽ ഖിയാമത്തി മിദാദുൽ ഉലമാഇ ബിദമിശ് ശുഹദാ. അന്ത്യനാൾ അടുക്കുമ്പോ, ഖിയാമത്ത് നാൾ വരുമ്പോ ശുഹദാക്കളെ പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായ ഒരു അടിമയുണ്ടോ, ആ അടിമയെ കുളിപ്പിക്കാതെ തന്നെ അവിടുന്ന് ദഫന് ചെയ്യണമെന്നാണല്ലോ ശർഅ് പഠിപ്പിക്കുന്നത്. അവർക്ക് വലിയ മഹത്വമുണ്ടെന്നല്ലേ എന്ന് പഠിപ്പിച്ചത്. ഒരു മുതഅല്ലിമിന്റെ പേന, ഒരു ആലിമിന്റെ പേന, ആ ആലിമിന്റെ പേനയിൽ നിന്ന്, മുതഅല്ലിമിന്റെ പേനയിൽ നിന്ന് ഒഴുകി വരുന്നതായ മഷിയുണ്ടല്ലോ, ഷഹീദിന്റെ രക്തത്തിന് തുല്യമാണ്. ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ ആഖിറമാകുന്ന ലോകത്ത് വരുമ്പോ പ്രധാനമായും 3 വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവകാശം അല്ലാഹു കൊടുക്കും, അതിനുള്ള അധികാരം അല്ലാഹു കൊടുക്കും. അൽ അംബിയാഉ ഹുമ്മൽ ഉലമാഉ ഹുമ്മശ് ശുഹദാഉ. അംബിയാക്കളെ പ്രതിഫലം കൂടുതൽ പറയേണ്ടതില്ല. ആലിമാണോ മുതഅല്ലിമാണോ, ഭക്ഷണം കൊടുത്ത ബാപ്പ, ഭക്ഷണം കൊടുത്ത ഉമ്മ, മുതഅല്ലിമിനെ സഹായിച്ച കുടുംബമാണോ, നാളെ ആഖിറത്തിൽ കൈ പിടിച്ചുയർത്താൻ ആ മുതഅല്ലിമ നാളെ മഅ്ശറ ലോകത്തുണ്ടാകും. അതിലൊരു സംശയമില്ല. കാരണം പഠിപ്പിച്ചത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിഷയം കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. അസൂയ എന്നുള്ളത് ലോകത്ത് ഏറ്റവും വലിയ മാരകമായ ക്യാൻസർ ആണല്ലോ അസൂയ. അത് ശരീരത്തിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഉദിക്കുന്നത്. ലോകത്താദ്യം ഉണ്ടായ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും കൊലപാതകമാണ്, ഖാബീൽ ഹാബീലിനെ കൊന്നതാണ്. അല്ല, ലോകത്താദ്യമായി നടന്ന തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഹാബീലിനെ ഖാബീൽ കൊല്ലാനുള്ള കാരണം അസൂയയാകുന്ന മാരകമായ വൈറസാണ്. ഖാബീലിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഉദിച്ച അസൂയയാണല്ലോ. പക്ഷേ ഇസ്ലാം 2 കാര്യത്തിൽ അസൂയ വെക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. 2 കാര്യത്തിലല്ലാതെ നിങ്ങൾ അസൂയ വെക്കരുത്. റജുലിൻ ആതാഹുല്ലാഹു അസ്സ വജല്ല ഹിക്മതൻ ഫഹുവ യഖ്ളി ബിഹാ വയുഅല്ലിമുഹാ അന്നാസ്. ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അസൂയ വെച്ചു പുലർത്താവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഖൈർ. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നു, ആ സമ്പത്തിനെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ആഗ്രഹിക്കുന്നു എനിക്കും അതുപോലെ സമ്പത്ത് കിട്ടിയാൽ ഞാനതിനെ ദീനിന് ചെലവഴിക്കും, ഞാനത് മുതഅല്ലിമീങ്ങൾക്ക് നൽകും, ഞാനത് പള്ളി പടുത്തുയർത്താൻ വേണ്ടി കൊടുക്കും, ഞാൻ ദീനീപരമായ കാര്യത്തിന് ചെലവഴിക്കും. ഇങ്ങനെ ഈ 2 കാര്യത്തിൽ മാത്രമേ അസൂയ പാടുള്ളൂ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല, ഈ കാലമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ കാസർഗോഡ് മുതൽ അങ്ങകലയരെയുള്ള തിരുവനന്തപുരം വരെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തോടുകൂടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമാ ആഫിയത്ത് നൽകുമാറാകട്ടെ, മനുഷ്യർക്കൊപ്പം എന്ന ധ്യേയവാക്യത്തോടുകൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള യാത്ര നടത്തുകയാണ്. കാരണം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ, മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ
തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചത് മനുഷ്യ മനസ്സുകൾ ഒന്നിക്കണമെന്ന ആശയമാണല്ലോ. ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഉസ്താദ് ഒരു കാലമുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഇവിടെയുള്ള ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോ പുച്ഛിച്ചീന്തുന്ന, നിസ്സാരമായി കാണുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇസ്സത്താണ്. ഇന്ന് ആലിം എന്ന് പറയുമ്പോ, ഇന്ന് മുത്തഅല്ലിം എന്ന് പറയുമ്പോ ഒരു പള്ളിയുടെ മൂലയിൽ ഇരുന്നുകൊണ്ട് ഖുർആനും തഫ്സീറുകളും മാത്രം ഒതുങ്ങിക്കൂടാതെ ഇന്ന് ആലിമീങ്ങളെ കൂട്ടത്തിൽ നല്ല ഗഹനമായി പഠിച്ചു വളരുന്ന, PG പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഒരുപാട് ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്ന, ഏതുവരെ ഇന്ത്യ രാജ്യത്തിന് കാവലായി നിൽക്കുന്ന സൈനികന്മാർ വരെ പണ്ഡിതന്മാരുണ്ട്. അവിടെ വരെ നമ്മുടെ ആലിമീങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ആലിമെന്ന് പറയുമ്പോ, തലപ്പാവ് ധരിച്ചവനെന്ന് പറയുമ്പോ, മുണ്ടാസ് കെട്ടിയവനെന്ന് പറയുമ്പോ, തൊപ്പി വെച്ചവനെന്ന് പറയുമ്പോ നിസ്സാരമായി കണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇന്ന് ലോകത്തുടനീളം സൂഫി പണ്ഡിതന്മാർക്ക്, ആലിമീങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ഞാൻ സൂഫി പണ്ഡിതരെന്ന് പറയാൻ കാരണം ആഗോള തലത്തിൽ പണ്ഡിതന്മാരെയും മുത്തഅല്ലിമീങ്ങളെയും അറിയപ്പെടുന്നത് സൂഫികൾ എന്നാണ്, സൂഫി പണ്ഡിതന്മാരെന്നാണ്. അമേരിക്കയിലേക്ക് വിസ കിട്ടണമെങ്കിൽ ഒരു ചില്ലറ വിഷയമല്ല. ഖലീൽ തങ്ങൾ അമേരിക്കയുടെ വൈറ്റ് ഹൗസിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ സൂഫി പണ്ഡിതനാണോ, ആലിമാണോ? ലോകത്ത് അംഗീകാരമുണ്ട്. ആലിം ഒരു നിസ്സാരക്കാരനല്ല, ആലിം ഒരു ചില്ലറക്കാരനല്ല. അവിടെയാണ് നക്കിളയുടെ പ്രസക്തിയുള്ളത്, അവിടെയൊന്നും ഈ മണ്ണിന്റെ പ്രസക്തിയുള്ളത്, അവിടെയാണ് ഈ നാട് ബറക്കത്തുള്ളതെന്ന് പറഞ്ഞത്. 50ഓളം മുത്തഅല്ലിമീങ്ങൾ 5 വഖ്ത് നിസ്കരിച്ചുകൊണ്ട് റബ്ബേ ഭക്ഷണം തന്ന ബാപ്പയെ കൈവിടല്ല അല്ലാ, ഭക്ഷണം തന്ന ഉമ്മയെ കൈവിടല്ല അല്ലാ എന്നൊരു മുത്തഅല്ലിം ദുആ ചെയ്യുമ്പോ ആ മുത്തഅല്ലിമിന്റെ ദുആനെ അല്ലാഹ് തട്ടിക്കളയില്ല. കാരണം ആ മുത്തഅല്ലിം പഠിക്കുന്നത് ഇൽമിനെയാണ്, ആ മുത്തഅല്ലിം പഠിക്കുന്നത് അറിവിനെയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സർവരോടും പറയാനുള്ളത്, ഏത് കാലത്തും ആലിമിനെയും മുത്തഅല്ലിമീങ്ങളെയും ദർസിനെയും സ്ഥാപനങ്ങളെയും അറിവുമായി ബന്ധപ്പെടുന്ന മുഴുവനത്തെയും ബഹുമാനിക്കുന്നവരാകണം, ആദരിക്കുന്നവരാകണം.